നമസ്കാരം, രുചിഭേദത്തിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്രത്യേകതര എഗ് ഡിഷുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സാധാരണ മുട്ട എടുത്ത് നമ്മൾ പെട്ടെന്ന് ആക്കണമെങ്കിൽ ബുൾസൈ ചെയ്യും, അല്ലെങ്കിൽ ഓംലെറ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ മുട്ട കറി ഉണ്ടാക്കും, പിന്നെ ചിലർ മുട്ട തോരൻ ഉണ്ടാക്കും, മുട്ട കടഞ്ഞെടുക്കും, അങ്ങനെ പല പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഇതും മുട്ട കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്, പക്ഷെ കുറച്ച് വ്യത്യസ്ത രീതിയിൽ കുറച്ച് കൂടുതൽ സ്പൈസി മസാലാസൊക്കെ ആയിട്ട് ഗരം മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ഡിഷാണ്. ഒരു പകിട് മുകളിലോട്ടെന്ന് പറയാം. അതുകൊണ്ടായിരിക്കും ഇതിന്റെ പേര് മുഗളൈ എഗ് കറി എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഈ മുഗൾ സാമ്രാജ്യക്കാരുടെ സമയത്ത് ദാവത്ത് എന്ന് പറയും. അത് അവിടുത്തെ സ്പെഷ്യൽ ഗസ്റ്റ് വരുമ്പോഴത്തേക്കും ഉണ്ടാക്കുന്ന ഫീസ്റ്റ്, നമ്മളിവിടെ സദ്യ എന്ന് പറയും പോലെ. അങ്ങനത്തെ ദാവത്തുകളിൽ ഏറ്റവും കൂടുതലും സെർവ് ചെയ്യപ്പെട്ടിരുന്ന ഒരു ഡിഷാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു വെച്ചാൽ മുട്ടയാകുമ്പോഴത്തേക്ക് എപ്പോഴും റെഡി അവൈലബിൾ ആയിരിക്കും. അപ്പം അങ്ങനെ മുട്ട കൊണ്ടുണ്ടാക്കുന്ന ഒരു എന്താ പറയാ, മുഗൾ സാമ്രാജ്യകാലത്ത് ഉണ്ടായിരുന്ന ഒരു കറിയാണ്. അത്രയും പഴക്കമുണ്ട്, പക്ഷേ പ്രോഡക്ട്സ് ഒക്കെ ഫ്രഷ് ആണ്. നമുക്ക് ഫ്രഷ് ആയിട്ട് ഇവിടെ തന്നെ ഉണ്ടാക്കി നോക്കാം. മുഗളൈ എഗ് കറിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുട്ട നന്നായിട്ട് പുഴുങ്ങിയത്, മല്ലിപ്പൊടി, ഉപ്പ്, തേങ്ങാപ്പാല്, തൈര്, പീസ് വേവിച്ചത്, സ്ലൈസ് ചെയ്ത ഓണിയനും കട്ട് ചെയ്ത ഓണിയനും ഉള്ളത്, പച്ചമുളക്, ഇഞ്ചി ഒരു കഷ്ണം, മല്ലിയില, അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും, തക്കാളി, വറ്റൽമുളക്, ഗ്രാമ്പൂ, ഏലക്ക, പട്ട, കുരുമുളക്, ജാതിക്ക. മുഗളൈ എഗ് കറിക്ക് ആദ്യം ആവശ്യം നമ്മൾ ഈ എടുത്തു വെച്ച തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. ഇത് വേവിച്ച് വേണം അത് പീസസ് ആക്കാൻ. എന്നിട്ട് കുറച്ച് മസാല നമ്മൾ ആദ്യം അരച്ചെടുക്കണം. അപ്പം അരച്ചെടുക്കേണ്ട മസാലാസ് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ബാക്കി ഫംഗ്ഷനിലോട്ട് കിടക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു തക്കാളി ഒന്ന് ചൂടാക്കി എടുക്കണം. കൂട്ടത്തിൽ ഒരു കാര്യം ഞാൻ പറയാൻ പോയി, നെയ്യും വേണം. നമ്മുടെ വൺ ഓഫ് ദ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മുടെ ഇൻഗ്രീഡിയൻറ്റിൽ ഏറ്റവും ആവശ്യം നെയ്യോ വെണ്ണയോ എടുക്കാം. ചിലവർക്ക് അതിലോട്ട് കൺസംഷൻ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്ത് ഡാൽഡയും എടുക്കാം. തക്കാളി വേവുന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ പണികൾ തീർത്ത് വയ്ക്കാം. ആദ്യം ഞാൻ പറഞ്ഞു മുട്ട നന്നായിട്ട് പുഴുങ്ങിയത് വേണം. പുഴുങ്ങിയ മുട്ടയിൽ ഫുൾ കട്ട് ചെയ്യാതെ നടുക്കുന്ന് കുറച്ചൊന്ന് ഇങ്ങനെ ഒന്ന് സെമി ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. പക്ഷെ നമ്മൾ ഇതിൽ മസാലാസ് അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ മത്സ്യമൊക്കെ കട്ട് ചെയ്ത് വെക്കും പോലെ, മസാല ഇടുമ്പോൾ കട്ട് ചെയ്യും പോലെയാണ് ഇത്. ഇതുപോലെ ലൈൻസ് ചെയ്യാം. ഫുള്ളും കട്ട് ചെയ്ത് രണ്ട് എഡ്ജും കട്ടായി പോകാൻ നോക്കുക. തക്കാളിയുടെ സ്കിന്ന് പീലാവുന്നുണ്ട്, അതൊന്ന് നന്നായിട്ട് വേവട്ടെ. നമ്മൾ മുട്ട കട്ട് ചെയ്ത് വെച്ചു. നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഒന്ന് കട്ട് ചെയ്യാം. വളരെ കുഞ്ഞായിട്ട് മുളക് കട്ട് ചെയ്യാം. ഇഞ്ചി അതും ചെറുതായിട്ടൊന്ന് ഇറങ്ങി വയ്ക്കാം. ഉള്ളി നമ്മൾ രണ്ട് രീതിയിൽ കട്ട് ചെയ്യണം. ഒന്ന് ചെറുതായിട്ട് കട്ടിക്കെന്ന് പറഞ്ഞാൽ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ്. പിന്നെ ഇത് ഫ്രൈ ചെയ്യാനായിട്ടാണ് കുറച്ചും കൂടി തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഓണിയൻസ് വേണ്ടത്. തക്കാളി ഹാഫ് കുക്കായിട്ടുണ്ട്. നമുക്കിത് സ്റ്റോവിനെടുക്കാം. നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. മിക്സിയിലേക്ക് ആദ്യം ഉള്ളി ഇഞ്ചി ഇടാം.
ഒന്ന് ഇഞ്ചിയും ഉള്ളിയും കൂടെ ചതച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഈ തക്കാളി ആഡ് ചെയ്യാം. തക്കാളി, കുറച്ച് പച്ചമുളക്, മുഴുവൻ ഇടണ്ട, കുറച്ച് പച്ചമുളക് ആഡ് ചെയ്യാം. ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം പറഞ്ഞ കൊറിയാൻഡർ പൗഡർ, അതായത് മല്ലിപ്പൊടി എടുത്ത് വെച്ചിരുന്നു. മല്ലിപ്പൊടി 3 സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഉപ്പ്. ഉപ്പിന് നമുക്ക് ഫസ്റ്റ് സെക്ഷൻ ആയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഉപ്പ് ഇപ്പോൾ കുറച്ച് ചേർക്കാം. ബാക്കി പിന്നീട് കൂട്ടിനനുസരിച്ച് ചേർക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. മിക്സ് ചെയ്ത് ആദ്യം നമ്മൾ തക്കാളി വേവിച്ചു. തക്കാളിയും ഇഞ്ചിയും നമ്മൾ സവാളയും കൂടെ കട്ട് ചെയ്ത് വെച്ച സവാളയും കൂടെ അരച്ചതിൻ്റെ കൂട്ടത്തിൽ മല്ലിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കിയതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ മുട്ട നമ്മൾ ആദ്യമേ എടുത്ത് ലൈൻസ് മാർക്ക് ചെയ്ത് വെച്ചിരുന്നു, അതിലേക്ക് നമുക്ക് ഈ മസാല ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് ഓഫ് ചെയ്യണം. അതൊന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ആദ്യമേ ലൈൻസ് ഇട്ട് വെച്ചാൽ അതുകൊണ്ടാണ് ഉള്ളിലേക്ക് അതിൻ്റെ മഞ്ഞക്കരുവിൽ യോക്ക് എന്ന് പറയുന്ന മഞ്ഞക്കരുവിലേക്ക് കംപ്ലീറ്റ് ഇതിൻ്റെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ കംപ്ലീറ്റ് ഇമേഴ്സ് ചെയ്യാം. പേസ്റ്റ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ശരിക്കും പിന്നെ ഒരു അരമണിക്കൂറോളം വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് മസാല പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇപ്പോൾ ഒരുപാട് നേരം വച്ചിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ രീതി പറഞ്ഞു തരുന്നതേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ മുട്ട എല്ലാം അവിച്ചതിൻ്റെ മസാലയൊക്കെ പുരട്ടി വെച്ചു. ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഉള്ളി ആദ്യമേ കട്ട് ചെയ്ത് 2 രീതിയിലായിരുന്നു കട്ട് ചെയ്ത് വെച്ചിരുന്നത്. സ്ലൈസ് ചെയ്ത ഓണിയൻസ് എടുക്കാം. പാൻ ചൂടാക്കാൻ വയ്ക്കാം. പാൻ നന്നായിട്ട് ചൂടായി. ഇനി നമ്മൾ ലേശം നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് മുട്ട ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. പക്ഷെ ഇപ്പോൾ ഫ്രൈ ചെയ്ത കംപ്ലീറ്റ് മസാല അതിലോട്ടങ്ങ് അബ്സോർബ് ആവും, അതുകൊണ്ട് മാറ്റി വയ്ക്കാം. മുട്ട വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മസാല പുരട്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. ചൂടായ നെയ്യിലേക്ക് നമുക്ക് ഉള്ളിയിടാം. ഉള്ളി നല്ല സോഫ്റ്റായി നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ലേശം നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് സീസൺ ചെയ്യാം. ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ ഒന്ന് സീസൺ ചെയ്താൽ മതിയൊന്ന്. ഉള്ളി നല്ല ബ്രൗൺ ആവണവരെ വെയിറ്റ് ചെയ്യാം.
സ്ലൈറ്റ്ലി ബ്രൗൺ ആയി വരുന്നുണ്ട്. കാഷ്യൂസ് അങ്ങ് പുറത്ത് കോരി മാറ്റാം. മുട്ട സ്ലൈറ്റ്ലി ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിനെ തിരിച്ച് മസാലയിലേക്ക് ആഡ് ചെയ്യാം. മസാല ആഡ് ചെയ്ത് 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശരിക്കും കഴിഞ്ഞ് നല്ലൊരു ഇറച്ചി മസാലയുടെ മണം വരും. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ആഡ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് തന്നെ ആഡ് ചെയ്യാം. നമ്മളിനി ജാതിക്കയും കൂടെ ആഡ് ചെയ്യാം. ഏകദേശം ക്രിസ്പ് ആവാറാകുമ്പോഴത്തേക്ക് നമുക്കിതിൽ മുളകും കൂടെ ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന പീസ് ആഡ് ചെയ്യാം. പീസിനോട് 2 സ്പൂൺ, മാക്സിമം 2 സ്പൂൺ. ഇപ്പോൾ ടീസ്പൂൺ ഉണ്ട്, 2 സ്പൂൺ. ടേബിൾ സ്പൂൺ ആണെങ്കിൽ 1 സ്പൂൺ മതി. 2 സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്യാം. ഇളക്കി കൊടുക്കാം. ഒന്ന് വേവാൻ വിടുക. 2 മിനിറ്റത്തേക്ക്. ഒന്ന് ബബിൾസ് ഒന്ന് ഇങ്ങനെ കുമ്പള വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിനി മുട്ടയും ബാക്കി മസാലയും കൂടെ ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന കംപ്ലീറ്റ് മസാല ആഡ് ചെയ്യേണ്ടത്.
എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മുട്ട പൊട്ടാതെ പ്രത്യേകം സൂക്ഷിക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് വിടുക. ടോപ്പിംഗ്സ് ആയിട്ട് നമുക്ക് മല്ലിയില ആഡ് ചെയ്യാം. നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ഉണ്ട് ആഡ് ചെയ്യാനായിട്ട്. ഒന്ന് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചൊന്നും പക്ഷെ ആഡ് ചെയ്തിട്ടില്ല. ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി നമുക്ക് ആഡ് ചെയ്യാം. ഉപ്പ് ലേശം കൂടി ആവാം. നന്നായിട്ട് വേവാൻ വിടുക. നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് എടുക്കുന്നതിന് മുമ്പായിട്ടാണ് നമുക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ആഡ് ചെയ്യാം. നമുക്കിത് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. ഏകദേശം ഇത് കുക്ക്ഡായിട്ടുണ്ട്. ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ച് കുറുക്കിയെടുക്കണം. നന്നായിട്ട് നടക്കി 2 മിനിറ്റ്, ഒരുപാട് നേരമായിട്ട് തിളപ്പിച്ച് കളയരുത്. നല്ല കട്ടിപ്പാൽ തന്നെ എടുക്കണം. തേങ്ങയുടെ കട്ടിപ്പാലെടുത്തിട്ട് ചെയ്യാം. ഒന്ന് സൈഡ്സ് വിട്ട് തുടങ്ങുമ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്തേക്കാം. ഒത്തിരി ഇട്ട് വേവിക്കാതിരിക്കാം. മുഗളായി എഗ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. നമുക്കിത് സെർവ് ചെയ്യുന്ന മുമ്പ് ഗാർണിഷ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ മല്ലിയില വളരെ കുഞ്ഞിഞ്ഞിട്ട് ഒന്നും കൂടെ അരിഞ്ഞിട്ട് ഒന്ന് ടോപ്പ് ചെയ്യാം. എന്നിട്ട് സെർവ് ചെയ്യാം. ഇതാണ് മുഗളായി എഗ് കറി. എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്തേക്കാം. ഒരു സ്പെഷ്യൽ ഡിഷ് എന്നൊരു എന്താ പറയുക, ഇന്നേരം ഉണ്ടാക്കാത്തൊരു സ്പെഷ്യൽ ഡിഷ് എന്ന് പറയാം അല്ലേ. ട്രൈ ചെയ്ത് നോക്കാം.